എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ ഇളംകുളം പള്ളി, സ്കൂള് മുതലായ എല്ലാ സൗകര്യങ്ങൾക്കും നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള 9 സെൻറ്റിൽ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ്. ഹൈവേയിൽ നിന്നും ഒരു 600 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ്. യാതൊരുവിധ പ്രളയഭീഷണിയും ബാധിക്കാത്തൊരു മേഖലയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീടൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം. ടാറിംഗ് റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. ഈ വീടിൻ്റെ മുൻവശത്തു കൂടിയുള്ള റോഡിൽ കൂടി ഇളംകുളത്തെയും പൊൻകുന്നത്തെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാം സ്കൂൾ വാഹനങ്ങൾ ഇതിന് മുമ്പിൽ കൂടിയുള്ള റോഡിൽ കൂടി വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ വിശാലമായിട്ടുള്ള വലിയൊരു ഗേറ്റ് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ നല്ല ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടും ആണ് ഇത്. കാർ പോർച്ച് ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. മുറ്റത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തറയോട് പാകി മനോഹരമാക്കിയിട്ടുണ്ട്. കാർ പോർച്ച്, സിറ്റ് ഔട്ട് ആ ഭാഗത്താണ് തറയോട് പാകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഈ വീടിൻ്റെ 4 അതിരുകളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ജനൽപ്പാളികൾ, ഫ്രണ്ട് ഡോറ് മുതലായവയെല്ലാം വരുന്ന തേക്കിൻതടിയിലാണ്. 2 വശങ്ങളിൽ നിന്ന് നോക്കിയാലും നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. റോഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. തൊട്ടടുത്തൊക്കെ പുതിയ വീടുകളുടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ചില വീടുകളിലൊക്കെ താമസമായതുമാണ്. നല്ല LED ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. മുറ്റത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യേണ്ടവർക്കാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. 9 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഇവിടെയായിട്ടൊരു അലക്കല്ല് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കയറുന്നതിനായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെ മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഡോർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകൾ വശത്തെ ഒരു ദൃശ്യം വരുന്നത്. മണ്ടയൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ ദൃശ്യം കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് നമ്മുടെ ഒരു കിണർ വരുന്നത്. ഈ വേനലിലും നമുക്ക് ഇതിനകത്ത് ധാരാളം വെള്ളമുണ്ട്. അതുപോലെ ഇപ്പം തന്നെ കിണറിൻ്റെ മുകൾ വശമൊക്കെ നെറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. വെള്ളം കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിച്ചണൊക്കെ വരുന്ന ഒരു ഭാഗമാണ്. നമുക്ക് അകത്ത് കയറി കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ തടിപ്പണികൾ വന്നിരിക്കുന്ന തേക്ക്, ആഞ്ഞിലി, കട്ടിയുരുപ്പടി വരുന്നത് ആഞ്ഞിലിയാണ്. പ്ലാവ് മുതലായ മരങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടാണ് നമ്മൾ ഈ കാണുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല പുതിയൊരു ഡിസൈനിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ്, അതോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള ജനാലകളും കാണാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് വന്നിരിക്കുന്നത്. തേക്കിൻതടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഡോറിൻ്റെ ലോക്കുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നത് ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വരുന്നിരിക്കുന്നത്. ലിവിങ് ഹാളിൻ്റെ മുകൾ വശത്തൊക്കെ ആണെങ്കിലും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് വരാൻ വേണ്ടിയിട്ടുള്ളത്. അവിടെ തന്നെയാണ് നമുക്ക് ഇൻവേർട്ടറിനുള്ള സൗകര്യവും അതിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല LED ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും ഫാനുകളും എല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഡൈനിങ് ആയിട്ട് ഒരു പാർട്ടീഷൻ വർക്കാണ്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ടൈലൊക്കെയാണ് ഇതിൽ റൂമിൽ കൊടുത്തിരിക്കുന്നത്. 3 പാളിയുടെ ജനാലയാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നൊരു AC പോയിൻ്റ് കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ വില കൂടി പറഞ്ഞു പോയേക്കാം. ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. ലോൺ സൗകര്യവും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ കണക്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കെറോവൈറ്റിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജാഗ്വാർ, കെറോവൈറ്റ് തുടങ്ങിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. ടാപ്പുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്.
കെറോവൈറ്റ്, ജാഗ്വാർ മുതലായ കമ്പനികളുടേതാണ്. വലിയൊരു വീട് നിർമ്മിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ചെറിയൊരു വീടും നിർമ്മിച്ചിരിക്കുന്നത്. ചെറുതെന്ന് പറയത്തില്ല, ഒരു മീഡിയം സൈസിലുള്ള വീട് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഹാള്. നല്ല വലിപ്പമുള്ള ലിവിങ് ഹാള് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏകദേശം കാണാം, ഈ ഒരു അറ്റം വരെ അങ്ങേയറ്റം തൊട്ട് നമുക്ക് കോർണർ സോഫ ആക്കി ഇടാം. ടി വി ആയിട്ട് അത്യാവശ്യം അകലമൊക്കെ വരുന്നുണ്ട്. തടിയിൽ തീർത്തിരിക്കുന്ന ഡോറുകളാണിത്. ഇതെല്ലാം പ്ലാവൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഇതിൻ്റെ വലിപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മുകളും താഴെയൊക്കെ നോക്കുമ്പോഴത്തേക്കിനും അറിയാം. നിങ്ങൾ ഒരുപാട് വീഡിയോ കാണുന്നതാണ്. ഇവിടെയായിട്ട് AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ടൈലുകൾ പൂർണ്ണമായിട്ടും റൂമിലെ ആണെങ്കിലും ബാത്റൂമിലെ ആണെങ്കിലും പൂർണ്ണമായിട്ടും അപ്പോക്സി ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പം ബാത്റൂമിൽ ലീക്കേജിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരാനില്ല. എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട്. ഈ ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ ഏകദേശം 10 വർഷം വാറൻറ്റി ഉള്ളതാണ്. ഇതിലെല്ലാം ജാഗ്വാറിൻ്റെതാണ്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയാണ് കണക്ഷൻ ഇട്ടിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിൻ്റെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പൈപ്പുകളൊക്കെ വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെതാണ്. അപ്പോൾ ചോദിക്കുന്ന വില 55 ലക്ഷം രൂപ. പാലാ പൊൻകുന്നം റൂട്ടിൽ ഇളംകുളത്തിന് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ്, വലിപ്പമുള്ള ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ഡൈനിങ് ഏരിയ ആയിട്ട് വരുന്നത്. ഡൈനിങ് ഏരിയയുടെ നീളം നിങ്ങൾക്ക് ഏകദേശം നോക്കുമ്പോൾ അറിയാമല്ലോ. അങ്ങേയറ്റത്തായിട്ട് നമുക്ക് ടേബിൾ ടോപ്പ് വാഷ് ബേസിനോട് കാണാം. 4 വാലയുടെ ജനാലയാണ്. ഇതിലേക്ക് കൂടുതൽ പ്രകാശവും വായു ലഭിക്കുന്നതിനായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കൂടി കാണാം. മൂന്നാമത്തെ ബെഡ്റൂമും വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിലൊരു ബെഡ്റൂം മാത്രമേ ചെറിയ കുറച്ച് വലിപ്പം കൂടെ കുറവുള്ളതുള്ളൂ. 3 വാലയുടെ 2 ജനാലയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ AC പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ട്യൂബ് ലൈറ്റ്, ഫാൻ മുതലായവ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. നല്ല കളർ കോമ്പിനേഷനിലൊക്കെയാണ് ടൈല് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിലാണെങ്കിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. മുമ്പ് കണ്ട ബാത്റൂമിലെ പോലെ തന്നെ ക്ലോസറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വരുന്നത് കെറോവൈറ്റിൻ്റെയാണ് വരുന്നിരിക്കുന്നത്. അങ്ങേയറ്റത്തായിട്ട് AC പോയിൻ്റ് കൂടി ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത്. നമ്മളൊന്ന് കണ്ടതാണ്, എങ്കിലും അവിടെ ഒന്നുകൂടി കാണിക്കാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല അകവും പുറവും ഒരുപോലെ ഭംഗിയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. ഇത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ടാപ്പാണെങ്കിലും ടേബിൾ ടോപ്പായിട്ടുള്ള വാഷ് ബേസിനാണെങ്കിലും. ഇതാണ് നമ്മുടെ ഒരു ഇൻവേർട്ടറിനുള്ള പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഈ വീടിൻ്റെ കിച്ചൺ നമുക്കൊന്ന് കാണാം. കറക്റ്റ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഏകദേശം 1480 അടുത്താണ് സ്ക്വയർ ഫീറ്റ് വന്നിരിക്കുന്നത്. വുഡ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് ഈ കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കബോർഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിച്ചണിൻ്റെ ടോപ്പ് വരുന്നത് നമുക്ക് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിൽ 4 സ്റ്റാൻഡുകളാണ് പാത്രങ്ങൾ വയ്ക്കുന്നതിനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല കമ്പനികളുടെ സാധനങ്ങൾ മാത്രമാണ്. നല്ലൊരു ബിൽഡർ പണിതിരിക്കുന്ന വീടുകളാണിത്. മിക്സിയുടെ ഒക്കെ പോയിൻ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള പവർ പ്ലഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് ഇവിടെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ കൊടുക്കാവുന്ന രീതിയിലുള്ള ടാപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് ജാഗ്വാറിൻ്റെ തന്നെയാണ്. ഇവിടെ വിറകടുപ്പ് ഉപയോഗിക്കേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യവും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. വാഷിംഗ് മെഷീൻ വയ്ക്കേണ്ടവർക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും കൂടി അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ആണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഈ വീഡിയോ ഏകദേശം തീരാറാവുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിലെ കുറ്റങ്ങളും കുറവുകളും എല്ലാം നിങ്ങൾ ഇതിലൂടെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ. നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. 9 സെൻറ്റ് 1500 സ്ക്വയർ ഫീറ്റ് എടുത്ത് 55 ലക്ഷം മാത്രം.